ഈ ആയങ്കി അർജുൻ ആയങ്കിയെ പിടികൂടിയതോടുകൂടി തന്നെ അതേ ദിവസം തന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായി കേരളത്തിൽ. അതായത് ഒരു 11 ദിവസം മുമ്പാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന അയാളെ RSS സൈദ്ധാന്തികൻ എന്നൊക്കെ കുറേ ആൾ പറഞ്ഞു. ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് അയാളെ ഈ RSS സൈദ്ധാന്തികൻ എന്നല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ പേരൊക്കെ അങ്ങ് വിട്ടു, സഹയാത്രികൻ എന്നൊക്കെ ആയി. അതും RSS അതിൻ്റെ അല്ല പറയുന്നത്. ഈ ഇതേപോലുള്ള, അതായത് ആ RSS ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു അതിനെ, അതായത് VHP തുടങ്ങി എല്ലാത്തിനും ഇതിനെല്ലാം കൂടെ ചേർന്നുള്ള ഒരെണ്ണത്തിൻ്റെ സഹയാത്രികൻ എന്നുള്ളതാണ്. ഇയാളെല്ലാത്തിൻ്റെ അങ്ങ് സഹയാത്രികൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സഹയാത്രികൻ ഒരുപാട് ഈ വീഡിയോകൾ അതിൽ ചെയ്യാറുണ്ട്. അതെല്ലാം മിക്കതുമൊക്കെ ലെങ്തി വീഡിയോസാണ്. ഒരു അരമണിക്കൂർ ഒക്കെ കാണും എല്ലാം. സാറിന് നമ്മളൊക്കെ ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന വീഡിയോ ഒക്കെ ഇയാൾ ഒരു വളരെ അങ്ങോട്ട് നീട്ടി പരത്തി ഒരു അരമണിക്കൂർ ഒക്കെ എടുക്കും. ഇയാൾ ഈ നമുക്ക് ഈ ഹാർഡ് കോറായിട്ടുള്ള ആളുകൾക്കെതിരെ, അതായത് ഇപ്പോൾ ഈ RSS, BJP തുടങ്ങി VHP ഇതിലെതിരെ എങ്ങാണ് എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം പറയുന്ന ആളുകളെ മുഴുവൻ ഇയാൾ അങ്ങ് തെറി പറയും. ഇത് കുറേ നാളായിട്ടുള്ളതാണ്. അത് നല്ല കാര്യം നമ്മൾ പറഞ്ഞാലും അയാൾ തെറി പറയും, അയാൾ ആക്ഷേപിക്കും. എന്നെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഞാനതിന് മറുപടിയൊന്നും പറയാനും പോയിട്ടില്ല, ഒന്നുമില്ല. കാരണം ഞാനങ്ങനെ ഇവരെയൊന്നും ഞാൻ ആക്ഷേപിച്ചിട്ടൊന്നുമില്ല, ഉള്ളതല്ല. ഞാൻ അവരെ അങ്ങനെ ആ രീതിയിലൊന്നും ഞാൻ പറയാറില്ല. പറയേണ്ടവരെ ഞാൻ പറയാറുണ്ട്. തെറ്റ് കാണിക്കുന്നവരെ നമ്മൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ സമരം നടന്നല്ലോ, ജന്തർ മന്ദറിൽ സമരം നടന്നപ്പോൾ ഇയാൾ ആ കുട്ടികളെ പറഞ്ഞ എന്താണെന്നറിയോ? ഇയാൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് അയാൾ പറഞ്ഞേക്കുന്നതിൽ കേസെടുക്കാമില്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഞാനായിരുന്നെങ്കിൽ, അയാൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയേക്കുന്നത്. അയാൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ എന്ന് അയാൾ തന്നെ പറയുകയാണ്, ആണെങ്കിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും, ഒരു 4 മണിക്കൂർ നോക്കും. അത് 4 മണിക്കൂർ നോക്കുമെന്നല്ല, കർഫ്യൂ പ്രഖ്യാപിക്കും. അതായത് പ്രഖ്യാപിക്കുന്നത് 4 സ്ക്വയർ കിലോമീറ്റർ, ജന്തർ മന്ദറിനെ ചുറ്റുമുള്ള 4 സ്ക്വയർ കിലോമീറ്ററിൽ ഈ പ്രഖ്യാപിച്ചിട്ട് അവിടെ നോക്കും. നോക്കിയിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കും. അതാരെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് വെടിവെക്കും. ആൾക്കൂട്ടത്തിനെ വെടിവെക്കുന്നു. വളരെ എളുപ്പമായിട്ടാണ് പറയുന്നത്. വെടിവെക്കും. അങ്ങനെ വെടിവെച്ചായിട്ട് ഒരു 4 മണിക്കൂർ കൊണ്ട് എല്ലാം തീരുമെന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണം ചത്തു വീഴും. പറയുക കുറേ എണ്ണം പരിക്കേക്കും, ബാഗിയൊക്കെ ഓടി രക്ഷപ്പെട്ടുള്ളൂ. കാര്യം തീർക്കുന്ന എളുപ്പ മാർഗമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് എന്തുവാ? പിന്നെ ചെയ്തിട്ട് ലോറിക്കകത്ത് ഈ ശവശരീരങ്ങൾ എല്ലാം കൂടെ വലിച്ചു കയറ്റി ഇട്ട് ആശുപത്രി കൊണ്ടുപോകും. ശവശരീരം ആശുപത്രി കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടത്തിനായിരിക്കും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഏതായാലും അത് പറഞ്ഞു. അത് അയാൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ വന്ന പെൺകുട്ടികളെക്കുറിച്ച് പറഞ്ഞ വർത്തമാനം ഉണ്ടല്ലോ, എന്ത് മഹാമോശമായ കാര്യമാണ് പറഞ്ഞതെന്നറിയോ? നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, പെൺമക്കളല്ലേ. ഇയാൾക്കിനി പെൺമക്കൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉള്ള ഒരുത്തൻ, പെൺമക്കളുള്ള ഒരുത്തനും പറയാത്ത വാചകങ്ങളാണ് അയാൾ പറഞ്ഞത്. അത് ഒരു പെൺകുട്ടി പ്രതികരിച്ചാൽ എന്താ കുഴപ്പം? പെൺകുട്ടിക്ക് പ്രതികരണ ശേഷി പാടില്ലേ? അതല്ലേ ചിന്തിക്കണ്ടേ? പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ പാടില്ലേ? അവരുടെ അടുത്ത് എന്തെങ്കിലും അനാവശ്യം പ്രവർത്തിച്ചാലോ കാണിച്ചാലോ അവർക്ക് പ്രതികരണ ശേഷി പാടില്ല എന്നാണോ ഇയാൾ പറയുന്നത്? അവർ പ്രതിഷേധിക്കാനുള്ള അവകാശം പെൺകുട്ടികൾക്കില്ലേ, പെണ്ണുങ്ങൾക്കില്ലേ? ഇയാൾ പറഞ്ഞെന്തുവാ പറഞ്ഞ? ബാക്കി മുഴുവനായിട്ട് ഞാൻ പറയുന്നില്ല, എന്നാലും പറഞ്ഞത് കൂട്ടബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവിടെ വന്നേക്കുന്നതെന്ന്. അത് യഥാർത്ഥത്തിൽ ആ പറഞ്ഞ വർത്തമാനത്തിന് ഇയാളകത്ത് കിടക്കണം, അത് ഉറപ്പാണ്. മറ്റേതിന് ഇനി അത് തീരുമാനിക്കണം ബാക്കി എന്താ പറഞ്ഞേക്കുന്നതെന്ന്. ഞാൻ ആ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ അറപ്പാണ് തോന്നിയത്. ഇത്രയും വിവാദമായപ്പോഴാണ് ഞാനത് കേട്ടത്. അല്ലാതെ ഞാൻ ഇയാളെ ഇതൊന്നും കേൾക്കാറില്ല. ചിലപ്പോൾ അബദ്ധം പറ്റിയൊക്കെ വല്ലവരും വായിച്ചിരുന്നെങ്കിൽ അത് മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വലിയ അറപ്പ് തോന്നി.
ഒരു പ്രായമുള്ള മനുഷ്യൻ, ഇയാൾ ഇത്രയും വയസ്സുള്ള ഒരാളല്ലേ, പക്ഷേ ആ പ്രായം കൂടിയിട്ടും വിവരം വരുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ പെൺകുഞ്ഞുങ്ങൾ, അത് ആരുടെ മക്കളും ആവട്ടെ, അവർ മനുഷ്യരല്ലേ, ആ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഇതേപോലെ വൃത്തികേട് പറഞ്ഞത്. എന്താ കാര്യം? അവരൊരു നോബൽ കോസിന് വേണ്ടി സമരം ചെയ്തു, അതാണ് അവരുടെ പ്രശ്നം. അതിന് ഇയാൾ പറഞ്ഞ വർത്തമാനമാണ് ഈ പറഞ്ഞത്. അവിടെ വരുന്നത്, അപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം ഇതുപോലെ ആണെന്നുള്ളതല്ലേ പറഞ്ഞേക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, അവിടെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നെന്ന് പറഞ്ഞ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ചുംബന രംഗങ്ങളും ഒക്കെ പകർത്തിയാണ് ഓരോരുത്തന്മാർ അയച്ചേക്കുന്നത്. ഇയാൾ ചിലപ്പോൾ ഇതെങ്ങാണം കണ്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയതായിരിക്കും ചിലപ്പോൾ, കേട്ടോ. അങ്ങനെ ആയിരിക്കും. ഇനി തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ പോലും ഇയാൾക്കിത് പറയാൻ പറ്റുമോ? ഒരാൾക്ക്, അതായത് ഇയാൾ പൊതുപ്രവർത്തനം, ഇതുവരെ സഹയാത്രികനും ഒക്കെ അല്ലേ, ഈ സഹയാത്രികന് ഇത് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇത്? ഈ രീതിയിലുള്ള വർത്തമാനം. അത് വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞതോ ഇരിക്കട്ടെ, അത് പോട്ടെ. പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ, അവിടെ വന്നേക്കുന്ന കുട്ടികളൊക്കെ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ അച്ഛനും അമ്മയും അവർ എതിർത്തിട്ടില്ല അവിടെ വരുന്നതിന്. അപ്പോൾ അവരൊക്കെ വ്യഭിചാരത്തിന് അയക്കുകയാണോ അവിടെ? ഇതല്ലേ ഇയാൾ പറഞ്ഞത്? ഈ രീതിയിലുള്ള ഇയാൾ ഒരു കോളേജ് പ്രൊഫസറോ ഏതാണ്ടായിരുന്നെന്ന് പറയുന്നിട്ട് ഇയാൾ പഠിപ്പിച്ചേക്കുന്ന എന്തോ, ഇയാൾ പഠിപ്പിച്ചേക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇയാളുടെ മനസ്സിലിരിക്കുന്ന എന്താണ്? ഇതുപോലുള്ള വിഷമല്ലേ ഇയാളുടെ മനസ്സിലിരിക്കുന്നത്, ഇയാളെ പോലുള്ളവരുടെ. ഇങ്ങനെയുള്ളവനെ ഏതായാലും ശരി, ഈ 11 ദിവസം എന്തിന് പോലീസ് കാത്തിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. യഥാർത്ഥത്തിൽ FIR ഇട്ട് അന്നേ ഇയാളെ പൊക്കിയെടുക്കേണ്ടതാണ്, എടുത്ത് അതിന് തെളിവ് ശേഖരിക്കണമായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം എന്തായാലും എങ്ങനെയോ പോലീസിന് ഇന്നലെ തോന്നി, അയാളെ പിടിച്ചുകൊണ്ട് പോയി. ഇന്നിപ്പോൾ കോടതി ആരാക്കും എന്തുവായെന്ന് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അറിഞ്ഞൂടാ എന്തായെന്ന്. ഏതായാലും ശരി, ഇപ്പോൾ ഈ രീതിയിലുള്ള ഇടപാടുകളാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ പോലീസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇയാളെ ഇന്നലെ പിടികൂടി. അപ്പോഴും അയാൾ ഒരു മഞ്ഞ ചിരിയോടുകൂടി ഇരിക്കുകയാണ്. ഇരുന്ന് എന്തോ അയാൾ പറയുന്നതോ കേൾക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. അയാൾ ഏതായാലും ശരി, അയാൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ പിടുത്തം വീഴുമെന്നുള്ളത്. കാരണം ഇത് ഈ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഐഫോൺ ഉണ്ട്, അതിനകത്ത് ക്യാമറ ഉള്ള നല്ല ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് കൈമുതലാക്കിയിട്ടുള്ളവന്മാർക്ക് ജനങ്ങളെ എന്തും പറയാവുന്നൊരു കാഴ്ചപ്പാട് പാടില്ല. നമുക്ക് പറയാം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നല്ല രീതിയിൽ പറയാം. ഇതേപോലെ ജനങ്ങളെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ചിലപ്പോൾ അവരുടെ അടുത്ത് വിരോധം കാണും. അതിന് ഞാൻ ഇയാളെ കുറ്റം പറഞ്ഞില്ല. ഇയാളെ സംഘപരിവാറിൻ്റെ സഹയാത്രികനായിരിക്കും, അതിന് ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ അത് മനസ്സിലിരിക്കുമ്പോൾ അതും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള വൃത്തികേട് വിളിച്ച് പുലമ്പുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് വളരെ അപകടകരമാണ്. നമുക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു മീഡിയമാണ് ഇതൊക്കെ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ, ഞാൻ എൻ്റെ ചാനലുണ്ട് യൂട്യൂബിൽ, ഞാനത് ജനങ്ങളോട് എനിക്ക് സംവദിക്കാനുള്ള ഒരു മീഡിയമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ മീഡിയം നമുക്കാക്കാം. പക്ഷെ അതിനപ്പുറത്തോട്ടുണ്ടല്ലോ, ആരെയും കാരണമില്ലാതെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് വളരെ മോശം. അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറഞ്ഞേക്കണം, ഒരു സംശയമില്ല. ആ വീഡിയോ ഇപ്പോൾ ഇയാളുടെ വീഡിയോകളൊക്കെ അതൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട്, അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പോലീസ് ശ്രമിക്കുന്നെന്ന് പറയുന്നു. എന്തായാലും ശരി, ആ പറഞ്ഞേക്കുന്ന വർത്തമാനം ഉണ്ടല്ലോ, ഒരു ഭാരതീയന് ചേർന്നതല്ല അയാൾ പറഞ്ഞത്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇവരൊക്കെ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ ഇതിൻ്റെ വളരെ അടുത്ത ആളുകളാണ്, നമ്മൾ ഈ ഭാരതം ഞങ്ങളുടെ അതാണ് ഇതാണ് എന്ന് പറയുന്നവനൊക്കെ ഉണ്ടല്ലോ. ഇതാണോ ഒരു ഭാരതീയൻ്റെ കർത്തവ്യം? ഇത് പറയാൻ പാടുള്ളതാണ് വർത്തമാനം. അയാൾ ഈ ഭാരതീയ സമൂഹത്തോടെ, സ്ത്രീ സമൂഹത്തോട് ഇയാൾ മാപ്പ് പറയണം, അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇയാളെ വിടാൻ പാടില്ല, അതാണ് വേണ്ടത്.